സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. നമുക്കറിയാം ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇന്ന് വോട്ടെണ്ണലായിരുന്നു. അങ്ങനെ വോട്ടെണ്ണിയപ്പോൾ പല കേന്ദ്രങ്ങളിലും പല ആളുകളുടെയും വിജയ പരാജയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കണ്ടത് ഏറ്റവും ഒരു പ്രത്യേകത നിറഞ്ഞൊരു ഇലക്ഷൻ ആയിരുന്നു അല്ലേ? അതായത് ഒരുപാട് ആളുകൾക്ക് വോട്ട് ഇല്ലാതിരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എനിക്ക് പോലും വോട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വോട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. മമ്മൂക്കയ്ക്ക് വോട്ടില്ലായിരുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് വോട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 5 ലക്ഷം ആളുകൾക്കോളം വോട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ വാർത്തകളിൽ കണ്ടതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ഷന് ശേഷം പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. അതിൽ UDFന് വൻ വിജയമായി. അതേപോലെ തന്നെ BJPക്ക് പുതിയ അക്കൗണ്ടുകൾ തുറക്കാൻ സാധിച്ചു. ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു. എന്നാൽ അതിനെല്ലാം നേർ വിപരീതമായിട്ട് പണി കിട്ടിയത് ആർക്കാണ്? LDFനാണ്. സ്വാഭാവികമായിട്ടും LDFന് തന്നെയാണ്. നമുക്കൊരു ഇലക്ഷൻ സമയത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു എല്ലാ മുന്നണിയിലുള്ള ആളുകളും നടത്തിയത്. എന്തൊക്കെയായിരുന്നു അവർ നടത്തിയത്? ഒന്ന്, ശബരിമല വിഷയം എടുത്തിട്ടുകൊണ്ടാണ് UDFും അതേപോലെ തന്നെ BJPയും ഒക്കെ കളിച്ചത്. UDFിനെതിരെ കമ്മ്യൂണിസ്റ്റ് കളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനെ പറ്റിയുമായിരുന്നു. BJPക്കെതിരെയും ഇവർ കളിച്ചത് വർഗീയത പരത്തുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല കൊള്ളരുതായ്മകൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പറഞ്ഞത്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ഒരു പാർട്ടിയോടും ചായവുള്ളൊരു വ്യക്തിയല്ല. പക്ഷേ പാർട്ടികളിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വൃത്തികേടുകൾ, തന്തയില്ലായ്മകൾ, അതിനെല്ലാം ഉള്ളൊരു മറുപടിയായിട്ടാണ് ജനങ്ങൾ ഇത്തവണ അവരുടെ ഒരു ജനസമ്മതിദായക അവകാശം രേഖപ്പെടുത്തിയത്. അവർക്ക് ഇഷ്ടപ്പെട്ട നേതാവിനെ തിരഞ്ഞെടുത്തത്. അതിലിപ്പോൾ UDF ആയാലോ BJP ആയാലോ എന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ട് LDFനെ വലിച്ച് താഴെ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LDF എന്ന് പറയുന്ന ഒരു പാർട്ടിയോട് എനിക്ക് ഒരുപാട് ബഹുമാനം, ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ LDF എന്ന് പറയുന്നൊരു പാർട്ടി അതൊരു വർഗീയ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് വേറൊരു വൃത്തികെട്ട തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയത എന്ന് ഞാൻ പറഞ്ഞത് അനുയോജ്യമല്ല. എന്നിരുന്നാൽ തന്നെയും വർഗീയത എന്ന് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞത്, സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് പുരുഷന്മാരുടെ മേലേക്ക് ഇട്ടിട്ട് പുരുഷന്മാരാണ് തെറ്റുകാരന്മാരെന്നുള്ള രീതിയിലാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെ വർഗീയതയുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വജ്രായുധമായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു പാർട്ടിയായിട്ട് LDF ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശബരിമല വിഷയം ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം വേറൊന്നുമല്ല, ശബരിമല വിഷയത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും മറ്റ് പല മുന്നണികളിലുള്ള ആളുകൾക്കും ബന്ധമുണ്ട്. അത് UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതൊരു മേഖല ആയിക്കോട്ടെ, അല്ല ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ബന്ധമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു നയമാണ്. അത് അവർ ചെയ്യും. അതെന്തും ആയിക്കോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നമുക്കറിയാം. ഒരു പെണ്ണിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ചെയ്തൊരു ശാരീരിക ബന്ധത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തിക്കൊണ്ട് രാഹുലിനെ പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് ഇവിടെ തെറ്റിയെന്ന്, ആരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ജനങ്ങൾ അവരുടെ വോട്ട് രാഹുലിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കണം UDFന് തന്നെ കുത്തി. അപ്പൊ അങ്ങനെ UDFന് ഒരു വലിയ സ്വീകാര്യത കിട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അപ്പൊ അതിലൊരു പോസ്റ്റ് ഞാൻ കണ്ടത്, BJP വർഷങ്ങളായി കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ട് കിട്ടാത്ത തിരുവനന്തപുരം വെറും 5 വർഷം കൊണ്ട് നേടാൻ സഹായിച്ച ആര്യ രാജേന്ദ്രന് നന്ദി എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുമായി BJP പ്രവർത്തകർ. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ ഏറെ ചെറുപ്പകാലത്ത് തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരികയും അവിടെ ഒരു മേയർ എന്ന് പറയുന്ന സ്ഥാനം ആദ്യമായിട്ട് ലോകത്ത്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് മേയർ സ്ഥാനം കിട്ടിയ ഏറ്റവും ചെറുപ്രായമുള്ള ഒരാളാണ് ഈ ആര്യ രാജേന്ദ്രൻ. അപ്പൊ കിട്ടിയ ഒരു പട്ടം അതെടുത്തുകൊണ്ട് വലിയ രീതിയിൽ അങ്ങ് മെഴുകിക്കൊണ്ട് തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഒരു രീതിയായിരുന്നു ആര്യ രാജേന്ദ്രൻ അവലംബിച്ചത്, അല്ലെ ആര്യ രാജേന്ദ്രൻ ഉപയോഗിച്ചത്. ആര്യ രാജേന്ദ്രന് തന്നെക്കാൾ താഴെ നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ പുച്ഛമാണ്. അങ്ങനെ പുച്ഛം കൊണ്ട് തന്നെയും തന്റെ പദവിക്ക് മുകളിൽ വരുന്ന ആളുകളോടുള്ളൊരു സ്നേഹം കൊണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്കറിയാം, KSRTC ഡ്രൈവറായിട്ടുള്ള യദുവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അല്ലേ. അപ്പൊ യദുവിനെ കുറ്റക്കാരനാക്കിക്കൊണ്ടാണ് ഇപ്പൊ കുറ്റപത്ര സമർപ്പണം നടന്നിരിക്കുന്നത്. അത് ഭരിക്കുന്ന പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയും, അല്ലെ ഭരിക്കുന്ന പാർട്ടിയിലുള്ള ആളുകൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരു കൊള്ളരുതായ്മകൾ നടന്നത്. അപ്പോൾ യദു കുറ്റക്കാരനാണെന്നുള്ള രീതിയിലേക്ക് പോയി. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് സാറുമാരെ, അല്ലെ മേഡം. നിങ്ങൾ ഈ കാണിക്കുന്ന പിറപ്പുകേടുകളും നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികേടുകളും എല്ലാം ജനങ്ങൾ അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെല്ലിട വിടാതെ ജനങ്ങളെല്ലാം അവർ വീക്ഷിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി തന്നെയാണ് ജനങ്ങൾ അവരുടെ ഇലക്ഷനിൽ കൂടി, അല്ലെ അവരുടെ സമ്മതിദായക അവകാശത്തിൽ കൂടി രേഖപ്പെടുത്തി നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങോട്ട് ഇട്ട് തന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ വലിയ വിമുഖതയുമായിട്ട് MV ഗോവിന്ദനും LDFിലുള്ള പല ആളുകളും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു പാർട്ടിയോടും വിരോധമൊന്നുമില്ല. പക്ഷേ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ, അത് ഏത് പാർട്ടി, 3 പേരെ നമുക്ക് നമ്പാൻ പറ്റത്തില്ല. അതായത് UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, എല്ലാം വൻ ഉടായ്പാണ്. അപ്പൊ ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാനിത് ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. അതായത് ഒരു പ്രായം ചെന്നൊരു ചേട്ടൻ, ഒരു അച്ഛൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അദ്ദേഹം BJP അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയെ പറ്റി വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഞാൻ എന്തായാലും ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി മീഡിയയിൽ വന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം.
കോൺഗ്രസിന് തമ്മിലടി ഭയങ്കരമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 1921 ഗാന്ധിജി ഞാൻ പറഞ്ഞുതരാം, 21 ഗാന്ധിജി വരുന്നതിന് മുമ്പ് ഒരു ഭാരതീയൻ കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ എന്താണ് ഒരു ഭാരതീയ കോൺഗ്രസ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലയോ? ആയിക്കോട്ടെ. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അധികാരമോഹം തമ്മിലടി, അതാണ് അവർക്കൊന്ന് പരാജയം. കമ്മ്യൂണിസ്റ്റുകാര് പൈസ ഉണ്ടാക്കുന്ന പരിപാടി, അത് വേറൊരു അവരുടെ കമ്മ്യൂണിസ്റ്റുകാര് പൈസ ഉണ്ടാക്കുന്നു. ഇപ്പൊ ബിജെപിക്ക് ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങളാരും ഇന്ത്യ കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യ മൊത്തം സന്ദർശിച്ചത്. ഗുജറാത്തിൽ മോദിയുടെ സ്ഥലത്ത് റൊവാരിയ ലംബാഡിയ എന്നും പറഞ്ഞ് കുറെ ജാതിക്കാരുണ്ട്. അവര് ബ്ലൗസ് ഇട്ടൂടാ, ആ പെണ്ണുങ്ങൾക്ക് ബ്ലൗസ് ഇട്ടൂടാ. അവരിപ്പോഴും പുറവശത്ത് ഇങ്ങനെ കെട്ടിക്കൊണ്ട് നോക്കുക. അവരെ പിന്നെ പട്ടാളന്മാരും യോമാരാ അവിടെ ഭരിക്കുന്ന മൊത്തം. ഒരു ഗ്രാമത്തിൽ ഒരു സർപ്പഞ്ച് ഉണ്ട്, ആ സർപ്പഞ്ച് പറയുന്നവർക്ക് വോട്ട് കൊടുക്കൂ. ആ പൈസ മേടിച്ചു വെച്ച് പറയാം, ഏതാണ്ട് ഇതാ അല്ലെ കൈപ്പത്തി അല്ലെ താമര, ഇത് അവരെ 5 ബീഡിയും കൊടുക്കും. വേറെ ഈ 3 പാർട്ടിക്കാരും കൊള്ളത്തില്ല, ഒരു പാർട്ടിയും കൊള്ളത്തില്ല, രാഷ്ട്രീയ പാർട്ടി കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അവസരവാദികളും. ഞാൻ ചോദിക്കാം, ശബരിമല സ്വർണ്ണം എന്ത് ചെയ്യും? അയ്യപ്പനും പോയി. അയ്യപ്പനൊക്കെ ഇപ്പൊ ചെമ്പിനകത്തിരിക്കുക. അത് കൊണ്ടുപോയാലോ കമ്മ്യൂണിസ്റ്റുകാരാ മൊത്തം. ഇപ്പൊ തന്നെ പത്മമോഹൻ എല്ലാം അകത്തിരിക്കുമല്ലോ. യവന്മാരെല്ലാം കൊണ്ട് തിന്ന ഇത് പൈസ, യവന്മാര് മൊത്തം തിന്ന. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല, കോൺഗ്രസ് അതിനെക്കാട്ടിയും കൊള്ളത്തില്ല. ബിജെപി വേറും പന്നല്. കാര്യം ബിജെപിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ കേരളം വിട്ടുപോകണം. കേരളത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് മറ്റടുത്ത് അടിച്ചു കൊല്ലുക. ഒരു പൊലയൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവനെ അടിച്ചു കൊല്ലുവരെല്ലാം കൂടെ. അതാണ് ഉത്തരേന്ത്യ. ഞങ്ങളൊക്കെ ഉത്തരേന്ത്യ കിടന്ന് 45 കൊല്ലം ഞാൻ ഉത്തരേന്ത്യ ഉണ്ടായിരുന്ന ആളാ. എനിക്കറിയാം ഗുജറാത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരേ ഒരു സംഭവം ഇല്ലേ, അദ്ദേഹം അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുമുണ്ട്. അദ്ദേഹം വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവല്ല, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ആര്യ രാജേന്ദ്രൻ ഇരുന്നത് കൊണ്ടാണ് കോർപ്പറേഷൻ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് BJP പറയുമ്പോൾ അതിനെ നമുക്ക് BJPയുടെ വിമുഖത ഉണ്ടെങ്കിലും BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടി അല്ലെങ്കിൽ ജാതീയത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജാതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ അടിച്ചമർത്തുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ മാത്രമല്ല, കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങളും ഇത് കണ്ടുകൊണ്ട് അവരിത് തന്നെയായിരിക്കും പറയുന്നത്. ആര്യ രാജേന്ദ്രനെ പോലുള്ള ഒരു അഹങ്കാരിയെ അവിടെ വെക്കണ്ട, അവൾ പോകണം. അവിടെ പോകാൻ വേണ്ടിയിട്ട് ആരാണോ അവിടെ നിൽക്കുന്നത് അവരെ ഞങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള രീതിയിലാണ് പല ആളുകളും പറഞ്ഞിരിക്കുന്നതും അല്ലെ അവർ പ്രതികരിച്ചിരിക്കുന്നത്, അവർ പ്രവർത്തിച്ചിരിക്കുന്നതും. അതിന്റെ ഫലമായിട്ട് ആര്യ രാജേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു വാർത്ത, പെൻഷൻ എല്ലാം വാങ്ങി ശാപ്പാടും കഴിച്ച് ജനങ്ങൾ കാണിച്ചത് നന്ദികേട്, വോട്ടർമാരെ അവഹേളിച്ചുകൊണ്ട് അല്ലെ അപമാനിച്ചുകൊണ്ട് MM മണി എന്ന് പറയുന്ന ഒരു മണിയാശാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം വാവള്ളി വരപൂജ്യം എന്ന് പറയുന്ന സാധനമില്ലാത്തൊരു മനുഷ്യനാണ് മണിയാശാൻ. എന്താണ് ഈ വാവള്ളി വരപൂജ്യം? വിവരം. അത് ലെവലേശം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന MM മണി. അപ്പം മണി പറഞ്ഞ കാര്യത്തിന് വലിയ രീതിയിലുള്ള വിമുഖതകളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം പല രീതിയിൽ പല തലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന MM മണി എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞതെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നമ്മൾ കാര്യം പറയുമ്പോൾ വീഡിയോ കൂടെ വേണമല്ലോ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അല്ല, 1-ാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അല്ല. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല, അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല. എന്നാൽ ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടായെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും പരിശോധിക്കും. എന്നിട്ട് ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക. അത് മാത്രമാണ് കോമഡി എന്നാണ് കരുതുന്നത്. ഇത്തരൊരു ഒരു കാര്യമാണ്, വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും LDF പരാജയപ്പെടാൻ പാടുള്ളതല്ല. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല. കണ്ടില്ലേ, ഇയാള് പറയുന്നത് ജനങ്ങൾ ഞങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയതിന് ശേഷം ഞങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന പാർട്ടിയെ പറ്റിച്ചു. എന്റെ പൊന്നു മണിയാശാനെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണോ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ? നിങ്ങളുടെ കൊച്ചാപ്പ ഉണ്ടാക്കിയതോ അല്ലെ നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാക്കിയതോ ഒന്നും അല്ലല്ലോ.
ഈ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുത്തിരിക്കുക, അല്ലെ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്, കേരള ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ പിടിക്കുന്നതും ഒക്കെ അല്ലേ? അത് വെച്ചിട്ടല്ലേ ഈ പറയുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഏതൊരു ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും അവർ ചെയ്യേണ്ട അവരുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടി ചെയ്തിരിക്കുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇടതുപക്ഷ പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയല്ലേ. കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ കിറ്റിന്റെ കാര്യത്തിലും അതേപോലെ പെൻഷനും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ചെയ്യുമ്പോഴും ഒരു സൈഡിൽ വലിയ രീതിയിൽ കൊള്ളരുതായ്മകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മറ്റുള്ള പാർട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ LDFിനേക്കാൾ മോശമാണ് UDF, അതിനേക്കാളൊക്കെ ഏറ്റവും വേസ്റ്റ് ഒരു പാർട്ടിയാണ് BJP. പക്ഷേ ഈ MM മണി പറയുന്ന ഒരു കാര്യത്തിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം വോട്ട് ചെയ്തിരിക്കുന്നവരെല്ലാം കഴുതകളാണെന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ MM മണി നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ കയറ്റിവെച്ച ജനങ്ങളും കഴുതകൾ തന്നെയാണ്. ഇങ്ങനെ ഒരാളെ അവിടെ എന്തിന്റെ പേരിലാണ് ഈ ജനങ്ങൾ നിങ്ങളെ അവിടേക്ക് കയറ്റി വെച്ചത് മന്ത്രിസ്ഥാനത്തേക്ക്? ആ ജനങ്ങൾ കഴുതയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഇതിപ്പം മിക്കവാറും അടുത്ത തവണ ഒരു സീറ്റ് പോലും ഇല്ലാതെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു പാർട്ടി, നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും തൊഴിലാളി വർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടി ഇന്ന് ഈ രീതിയിലേക്ക് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിലിരിക്കുന്ന, ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നില്ല, ആ പാർട്ടിയിലിരിക്കുന്ന മറ്റുള്ള അണികളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാർ കാണിക്കുന്ന ചെറ്റത്തരങ്ങളും പോക്കൃത്തരങ്ങൾക്കുമെല്ലാം എതിരെ ജനങ്ങൾ കൊടുത്തൊരു മറുപടിയാണ് ഇതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എടുത്തിട്ടാണെങ്കിലും മറ്റുള്ള വേറെ ഏതൊക്കെ വിഷയം എടുത്തിട്ടാണെങ്കിലും ജനങ്ങൾ വേണ്ട രീതിയിൽ വിധി എഴുതി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമായിരുന്നു, കയറി പോകായിരുന്നു. ഇതിപ്പോൾ 5 വർഷം ഭരണം കിട്ടി, വീണ്ടും 5 വർഷം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഒരു അഹങ്കാരം, ഒരു അഹന്ത അത് ഉള്ളിൽ വന്നു. ഞാൻ രാജാവാണെന്നുള്ള മനോഭാവം, അതാണ് ഈ പറയുന്ന ചിറകരിഞ്ഞു വീഴ്ത്താനായിട്ട് മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാൻ കാരണമായത്. എന്തായാലും LDF തിരിച്ചു വരും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തവണ വീണത് വലിയൊരു പ്രഹരമേറ്റിരിക്കുകയാണ് LDFന്. എന്തായാലും ചെയ്യുന്ന കൊള്ളരുതായ്മകൾ കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഇങ്ങനത്തെ പരിപാടിയാണെങ്കിലേ ഇതുപോലെ വട്ടപൂജയായിട്ട് പോകേണ്ടി വരുമെന്ന് ഞാൻ പ്രത്യേകം പറയണം. ഞാനിത് നേരത്തെ പറഞ്ഞു, ഒരു പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ട് പറയല്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടായ്പകൾ തന്നെയാണ്. പക്ഷേ ഒരല്പം മര്യാദയുള്ളൊരു പാർട്ടി LDF ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, അല്ലെ LDF ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ ഒന്ന് കുറച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വീണ്ടും ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് 2K കിഡ്സിനെ പോലെയുള്ള, അല്ലെങ്കിൽ 90s പിന്നീട് ഇങ്ങോട്ടുള്ള കുറേ എണ്ണത്തിനെ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ വലിയ മറ്റേതാണ്, ഞങ്ങൾ വലിയ കൊച്ചമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും. ഇപ്പം ആര്യരാജ്യത്തിന് കിട്ടിയത് അത് തന്നെയാണ്. അത് ഞാൻ വലിയ കൊച്ചമ്മയാണ്, ഞാൻ മന്ത്രി കൊച്ചമ്മ, എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് എന്ത് തോന്നിവാസം ചെയ്യാം, എൻ്റെ കക്ഷത്തിലാണ് കേരള സർക്കാർ എന്നുള്ള ഒരു മനോഭാവം. അതിന് ഏറ്റവും വലിയൊരു പ്രഹരം, അല്ല ഒരു വിള്ളൽ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അതായത് MM മണിയെ പോലെയുള്ള കുറച്ച് മുതിർന്ന നേതാക്കന്മാർ കാണിക്കുന്ന വൃത്തികേടുകളും യുവജനതയിൽപ്പെട്ട കുട്ടികൾ കാണിക്കുന്ന വൃത്തികേടുകളും ഒക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു മറുപടി തന്നെയായിരിക്കാം LDFന്റെ ഒരു പരാജയത്തിന് പ്രധാന കാരണമെന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.